തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് ക്ഷാമം ഉണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ശസ്ത്രക്രിയകൾ മുമ്പും മുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പല ഉപകരണങ്ങളും രോഗികൾ തന്നെ വാങ്ങിത്തരേണ്ട അവസ്ഥയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. മന്ത്രിയല്ല ഞാൻ കുറ്റം പറയുന്നത്. ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത്. അങ്ങനെയാണ് പറയാനുള്ളത്. ഉപകരണങ്ങളുടെ ആക്സസറീസാണ് ക്ഷാമം. ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ, മൊത്തം ഉപകരണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ഉപകരണം വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രയോജനം? കുറച്ച് കേസുകൾ ചെയ്തു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോവ് പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് പ്രോവ് മാറ്റണം. അത് നമ്മൾ നേരത്തെ ഇത് വളരെ മുൻകൂട്ടി ഇവർക്ക് HDSനെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. ഇത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. പ്രശ്നം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് ഇതുപോലെ തന്നെ. ഇതിപ്പോൾ മുടങ്ങാത്തതിൻ്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. ഹാരിസ് സത്യസന്ധനും കഠിനാധ്വാനിയുമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ 4 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പിഴവുകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി അറിയിച്ചു. 2011 മുതൽ 2025 വരെയുള്ള മുഴുവൻ ഡേറ്റയും പുറത്തുവിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഡേറ്റയും യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ, മെഡിക്കൽ കോളേജിൽ, അതായത് അത്രയും രോഗികൾ എത്തുകയാണ്. അത് മെഡിക്കൽ കോളേജുകളിലുള്ള വിശ്വാസം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ട ഇടത്ത് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം. സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്, സർക്കാരുമുണ്ട്, മറ്റു സംവിധാനങ്ങളുണ്ട്. അതേസമയം ഉപകരണങ്ങൾ വാങ്ങാനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം 67 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ് യൂറോളജി വിഭാഗത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ വർഷം യൂറോളജി വിഭാഗത്തിൽ 2898 ശസ്ത്രക്രിയകൾ കഴിഞ്ഞെന്നും വിശദീകരണം. ശ്രീരാജ് ബാബു ചേരുന്നു വിവരങ്ങളുമായി. ശ്രീരാജ്, ഏതായാലും ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ഇത് വിശദമായി ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച സമിതി അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രി തള്ളിക്കളയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മുന്നിലെത്തിയ ഒരു രോഗിയെ സ്വന്തം മകനെ പോലെ തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ സൂചനയാണ് എന്ന് മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന സാഹചര്യം. അപ്പോൾ മന്ത്രിക്ക് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർക്കെതിരെ ഒരു നടപടിയൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ ഹാരിസ് പറഞ്ഞ ആരോപണങ്ങളെ ഒന്നും തന്നെ മന്ത്രി വീണ ജോർജ് തള്ളിക്കളയുന്നില്ല എന്ന് മാത്രമല്ല, ആ ആരോപണങ്ങളെല്ലാം തന്നെ മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അല്പസമയം മുൻപ് മന്ത്രി മാധ്യമങ്ങളോട് നടത്തിയത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് സിസ്റ്റത്തിന്റെ ഒരു ആകമാനമുള്ള ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ്, അല്ലെങ്കിൽ അത് പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും പറയുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഹാരിസ് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്നും കഠിനാധ്വാനിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്നുമാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് ഡോക്ടർ പറഞ്ഞ ആരോപണങ്ങൾ, ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾ, അതെല്ലാം തന്നെ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡോക്ടർ പറഞ്ഞ ആരോപണങ്ങളെ പറ്റി അന്വേഷിക്കാൻ, അല്ലെങ്കിൽ അത്തരം വെളിപ്പെടുത്തലുകളെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സമിതി രൂപീകരിച്ചെന്നും റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. എത്രയും വേഗം തന്നെ അതിന്റെ റിപ്പോർട്ട് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്കും കൂടുതൽ കാര്യങ്ങൾ അതിന്മേൽ ചെയ്യാൻ കഴിയുമെന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. അതുപോലെ തന്നെ മന്ത്രി പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇപ്പോൾ ഉണ്ടായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ ആകെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ആശുപത്രികളിലുള്ള വിശ്വാസ്യത ഒന്നുകൊണ്ട് മാത്രമാണ് എത്രത്തോളം ആളുകൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് എന്നും, അതുപോലെ തന്നെ 2021 2.5 ലക്ഷം പേരായിരുന്നു സർക്കാർ ആശുപത്രികളെ സമീപിച്ചിരുന്നതെങ്കിൽ അതിപ്പോൾ 6 ലക്ഷമായി ഉയർന്നിട്ടുണ്ടെന്നും, ഇത് വലിയ ഗണ്യമായ വർധനവ് ഈ രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും, ഇതെല്ലാം തന്നെ സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത ഒന്നുകൊണ്ട് മാത്രമാണ് എന്നും ആരോഗ്യമന്ത്രി പറയുന്നു. അപ്പോഴും ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഒരാരോപണങ്ങളും തന്നെ
തള്ളിക്കളയുന്നില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ എക്യുപ്മെന്റ് പർച്ചേസിംഗ് നടത്താനടക്കം വലിയ കാലതാമസം എടുക്കുന്നുണ്ട്. അതിന്റെ ചില നടപടിക്രമങ്ങളെല്ലാം തന്നെ വലിയ കാലതാമസം എടുക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ അത്രത്തോളം കാലതാമസം എടുക്കേണ്ടതല്ല, അല്ലെങ്കിൽ അതിനെയും അതും മറികടക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നും അതുപോലെ തന്നെ അതും മറികടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുമാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. മുഖ്യമന്ത്രി ശരി ശ്രീരാജ്, ബിനിൽ ലീല സാബു കൂടി ചേരുകയാണ്. ബിനിൽ, ഏതായാലും ഡോക്ടറുടെ വെളിപ്പെടുത്തൽ അത് വലിയ തോതിൽ ചർച്ചയാകുന്നു. ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ തന്നെ പ്രത്യേക സമിതി ഈ വിഷയം അന്വേഷിക്കുന്നു. നമുക്ക് ആശുപത്രിയിൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ കൂടുതലായി കേസുകൾ മുന്നിലെത്തുമ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നത്, ഇങ്ങനത്തെ കുഴപ്പങ്ങൾ അവിടെ സംഭവിക്കുന്നത്. അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അത് ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെട്ടതിന്റെ ഭാഗമായി കൂടുതൽ രോഗികൾ എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം എന്നാണ് ആരോഗ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത്. നമുക്ക് അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ് ബിനിൽ? ലക്ഷ്മി, ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജുകളിലെ ആകെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മുടെ അന്വേഷണത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇപ്പോഴത്തെ മാത്രം പ്രശ്നമല്ല, വളരെ കാലങ്ങളേറെയായി ഇത്തരത്തിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത മെഡിക്കൽ കോളേജുകളിലുണ്ട്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, മറ്റുള്ള മെഡിക്കൽ കോളേജുകളിലും സമാന സ്ഥിതി ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് നേരത്തെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ ഭയം കൊണ്ട് പലരും അത് പുറത്തു പറയുന്നില്ല. നിലവിലിപ്പോൾ ഇത് ചർച്ചയായത് യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതോടുകൂടിയാണ് ഇത് ചർച്ചയായി, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് വലിയ വാർത്തയായി വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയടക്കം ഇത് സമ്മതിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ മന്ത്രി പറഞ്ഞത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പരാതി വന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ല എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. ആകെ മുടങ്ങിയത് ഒരെണ്ണം മാത്രമാണ്. 4 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം മാത്രമാണ് മുടങ്ങിയത് എന്ന ഒരു ന്യായീകരണം, അല്ലെങ്കിൽ ആ രീതിയിലാണ് മന്ത്രി ഇന്നലെ പ്രതികരിച്ചത്. ഇപ്പോൾ അല്പസമയം മുമ്പ് നടത്തിയ ആ പ്രതികരണം നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം, ഇത് ആകെ ഒരു പ്രശ്നമാണ്. ഇത്തരത്തിലൊരു പ്രശ്നം ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ഇത്തരം കാര്യങ്ങൾ, ഈ ആരോപണങ്ങൾ, ഈ പരാതികൾ അത് വസ്തുതയാണ് എന്ന് സമ്മതിക്കുകയാണ് ആരോഗ്യമന്ത്രി. ഇത് സിസ്റ്റത്തിന്റെ ആകെ പ്രശ്നമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. അതിനെയും ഒരു രീതിയിൽ പറഞ്ഞാൽ കൂടുതൽ രോഗികൾ വരുമ്പോൾ ഇത് സംഭവിക്കുന്നു. അതായത് സർക്കാർ സംവിധാനത്തെ, സർക്കാരിന്റെ ആരോഗ്യ മേഖലയെ വിശ്വസിച്ച് കൂടുതൽ ആളുകൾ, ജനങ്ങൾ ആശുപത്രിയിലേക്ക് വരുന്നു. ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോഴും പറയാതെ പറയുന്ന ഒരു കാര്യം, നിലവിൽ ഈ ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇത്തരത്തിൽ ഉപകരണങ്ങൾ ഇല്ലാത്ത അവസ്ഥ ഉണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ യൂറോളജി വിഭാഗത്തിന് തന്നെ അവരുടെ ഒരു പ്രതികരണം വന്നിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു വിശദീകരണം വന്നിരുന്നു. അപ്പോഴും അവർ കണക്ക് പറയുന്നുണ്ട്, 67 ലക്ഷമാണ് മുടക്കിയതെന്ന് പറയുന്നു ഉപകരണങ്ങൾ വാങ്ങാൻ. അപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇനിയും ഉപകരണങ്ങൾ വാങ്ങാനുണ്ട്, അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ